അമേരിക്കൻ താൽപര്യങ്ങൾക്ക് കീഴടങ്ങി വിപണി പൂർണ്ണമായും തുറന്നുകൊടുക്കാൻ ഇന്ത്യ സമ്മതിച്ചെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം ശരിവെച്ച് കേന്ദ്ര സർക്കാർ അമേരിക്കയുമായി സമഗ്രവും സുന്ദരവുമായ വ്യാപാര കരാർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഇന്ത്യൻ വിപണി ബലം പ്രയോഗിച്ച് തുറക്കുമെന്ന ട്രംപിന്റെ ഏകപക്ഷീയമായ പ്രസ്താവനയോ ഇന്ത്യയുടെ പരമാധികാരത്തിന് എതിരല്ലേ എന്ന ചോദ്യത്തിന് അമേരിക്കയുമായി സമഗ്രവും സുന്ദരവുമായ കരാർ ഉണ്ടാക്കാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. എന്തുകൊണ്ട് പാടില്ല എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ഇന്ത്യയുടെ കാർഷിക മേഖല നിരുപാധികം തുറന്നു കൊടുക്കണമെന്ന ആവശ്യത്തിൽ അമേരിക്കയും ട്രംപും ഉറച്ചു നിൽക്കുകയാണ്. ജനിതക മാറ്റം വരുത്തിയ വിളകൾ, ആപ്പിളുകൾ, ക്ഷീരോൽപ്പന്നങ്ങൾ തുടങ്ങിയവയ്ക്ക് ഇന്ത്യൻ വിപണി പൂർണ്ണമായും തുറന്നു കൊടുക്കണമെന്നാണ് ആവശ്യം. വ്യാപാര കരാറിൽ ഈ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചാൽ രാജ്യത്തെ കോടിക്കണക്കിന് കർഷകരുടെ നിലനിൽപ്പ് അപകടത്തിലാകും. കൃഷി മന്ത്രാലയത്തിലെ അംഗീകാരത്തോടെ മാത്രമേ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് ധനമന്ത്രി പറയുന്നത്. എന്നാൽ നിർണായക വിഷയങ്ങളിൽ ഇന്ത്യയും അമേരിക്കയും ധാരണയിലെത്തിയതായും ജൂലൈ 8-ന് തന്നെ ഇടക്കാല കരാർ യാഥാർത്ഥ്യമായേക്കുമെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കടക്കം പ്രതികാര തീരുവ ഏർപ്പെടുത്താനുള്ള തീരുമാനം അമേരിക്ക ജൂലൈ 8 വരെയാണ് മരവിപ്പിച്ചത്. സമയപരിധി നീട്ടാൻ സാധ്യതയില്ലെന്ന് ട്രംപ് പ്രതികരിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം IDBI ബാങ്ക് സ്വകാര്യവൽക്കരണം ഈ വർഷം ഉണ്ടാകുമെന്നും ധനമന്ത്രി അറിയിച്ചു. IDBIയുടെ 60.72 ലക്ഷം ഓഹരി വിറ്റഴിച്ച് 40,000 മുതൽ 50,000 കോടി രൂപ സമാഹരിക്കാനാണ് നീക്കം. സെപ്റ്റംബറോടെ നടപടി തുടങ്ങുകയും ചെയ്യും. IDBI ബാങ്ക് ഓഹരി വിറ്റഴിക്കാൻ 3 വർഷത്തിനിടെ കേന്ദ്ര സർക്കാർ പലവട്ടം ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. നിലവിൽ IDBI ബാങ്കിന്റെ 95% ഓഹരിയും കേന്ദ്ര സർക്കാരിന്റെയും LICയുടെയും പേരിലാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ ചർച്ചകൾ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള വിലയിരുത്തലുകൾ ആവശ്യമാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഇന്ത്യൻ വിപണി ബലം പ്രയോഗിച്ച് തുറക്കും എന്ന പ്രസ്താവന കേവലം ഒരു താൽക്കാലിക പ്രതികരണം എന്നതിലുപരി അമേരിക്കൻ നയതന്ത്രത്തിലെ ഒരു സ്ഥിരം രീതിയാണ്. തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ലോകമെമ്പാടുമുള്ള വിപണികളിൽ പൂർണ്ണമായ പ്രവേശനം നേടുക എന്നത് അമേരിക്കയുടെ ദീർഘകാല ലക്ഷ്യമാണ്. ഈ ലക്ഷ്യം കൈവരിക്കാൻ അവർ ഏതറ്റം വരെയും പോകാൻ മടിക്കില്ലെന്ന് പലപ്പോഴും തെളിയിക്കപ്പെട്ടതാണ്. ഇന്ത്യൻ കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ആവശ്യങ്ങൾ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ജനിതകമാറ്റം വരുത്തിയ ആപ്പിളുകൾ, ക്ഷീരോൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ഇന്ത്യൻ വിപണി പൂർണ്ണമായും തുറന്നുകൊടുക്കുന്നത് രാജ്യത്തെ കോടിക്കണക്കിന് കർഷകരുടെ ഉപജീവനത്തെ നേരിട്ട് ബാധിക്കും. ഉദാഹരണത്തിന്, അമേരിക്കൻ ക്ഷീരോൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ എത്തുകയാണെങ്കിൽ അത് ഇന്ത്യൻ ക്ഷീരകർഷകർക്ക് കനത്ത തിരിച്ചടിയാകും. അമേരിക്കയിലെ വൻകിട ഡയറി ഫാമുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും ഉൽപ്പാദന ചെലവ് താരതമ്യേന കുറവാണ്. വൻതോതിലുള്ള യന്ത്രവൽക്കരണവും ആധുനിക സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെ അവർക്ക് കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ സാധിക്കും. ഇത് ചെറുകിട ക്ഷീരകർഷകരെ ആശ്രയിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ കുടുംബങ്ങൾക്ക് ഭീഷണിയാവും. ഇന്ത്യൻ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ക്ഷീരമേഖല തകർച്ചയിലേക്ക് നീങ്ങുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. അതുപോലെ ആപ്പിൾ ഇറക്കുമതിയുടെ കാര്യത്തിലും സമാനമായ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഹിമാചൽ പ്രദേശ്, കാശ്മീർ പോലുള്ള സംസ്ഥാനങ്ങളിലെ ആപ്പിൾ കർഷകർക്ക് ഇത് വലിയ വെല്ലുവിളിയാകും. അമേരിക്കൻ ആപ്പിളുകൾ വലിയ തോതിൽ ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുകയാണെങ്കിൽ അവർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭിക്കാതെ വരും. ഇത് ആഭ്യന്തര ഉൽപ്പാദനത്തെ ദോഷകരമായി ബാധിക്കുകയും കർഷകരെ കടക്കണിയിലേക്ക് തള്ളിവിടുകയും ചെയ്യും. ജനിതകമാറ്റം വരുത്തിയ വിളകൾക്ക് അനുമതി നൽകുന്നത് മറ്റൊരു വലിയ ആശങ്കയാണ്. ജനിതകമാറ്റം വരുത്തിയ വിളകൾ മനുഷ്യൻ്റെ ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും ദീർഘകാലാടിസ്ഥാനത്തിൽ എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ച് ഇപ്പോഴും നിരവധി ചോദ്യങ്ങൾ അവ്യക്തമായി തുടരുകയാണ്. ജൈവ വൈവിധ്യത്തിന് ഇത് ഭീഷണിയാകുമെന്നും മണ്ണിൻ്റെ ഗുണമേന്മയെ ബാധിക്കുമെന്നും ഒരു വിഭാഗം ശാസ്ത്രജ്ഞരും പരിസ്ഥിതിയും പ്രവർത്തകരും വാദിക്കുന്നു. ഇവയെ ഇന്ത്യൻ കാർഷിക മേഖലയിൽ പൂർണ്ണമായി പ്രവേശിപ്പിക്കാൻ അനുവദിക്കുന്നത് ദുർവ്യാപകമായ പാരിസ്ഥിതിക ആരോഗ്യ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാം. കൃഷി മന്ത്രാലയത്തിൻ്റെ അംഗീകാരം ഈ വിഷയത്തിൽ നിർണായകമാണെന്ന് ധനമന്ത്രി പറയുമ്പോഴും അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങൾ എത്രത്തോളം ഫലിക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അമേരിക്കയുടെ പ്രതികാര തീരുവ ഏർപ്പെടുത്താനുള്ള ഭീഷണി ഇന്ത്യയെ അവരുടെ വ്യാപാര വ്യവസ്ഥകൾക്ക് വഴങ്ങാൻ നിർബന്ധിതമാക്കുന്നതിനുള്ള ഒരു തന്ത്രമായി വിലയിരുത്താവുന്നതാണ്. ജൂലൈ 8 വരെ മരവിപ്പിച്ച ഈ തീരുമാനം സമയപരിധി നീട്ടാൻ സാധ്യതയില്ലെന്ന് ട്രംപ് വ്യക്തമാക്കിയത് ഇന്ത്യക്കുമേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കാനാണ്. ഇതൊരു താൽക്കാലിക ഒത്തുതീർപ്പ് എന്നതിലുപരി
ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ വ്യാപാര നയങ്ങളെ അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് അനുസരിച്ച് മാറ്റിയെടുക്കുന്നതിനുള്ള ഒരു നീക്കമായി കണക്കാക്കാം. IDBI ബാങ്ക് സ്വകാര്യവൽക്കരണവും ഈ വലിയ ചിത്രത്തിന്റെ ഭാഗമായി വിലയിരുത്താവുന്നതാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം കേന്ദ്ര സർക്കാരിന്റെ പ്രധാന നയങ്ങളിലൊന്നാണ്. സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനുമാണ് ഈ ലക്ഷ്യമിടുന്നതെന്ന് സർക്കാർ പറയുന്നു. എന്നാൽ പൊതുമേഖലാ ബാങ്കുകൾ സ്വകാര്യവൽക്കരിക്കുമ്പോൾ സാധാരണക്കാർക്ക് ലഭിക്കുന്ന സേവനങ്ങളുടെ ഗുണമേന്മ, തൊഴിൽ സുരക്ഷ, സാമ്പത്തിക ഉൾക്കൊള്ളൽ തുടങ്ങിയ വിഷയങ്ങളിൽ ആശങ്കകളുണ്ട്. IDBIയുടെ 95% ഓഹരിയും കേന്ദ്ര സർക്കാരിൻ്റെയും LICയുടെയും പേരിലാണെന്നിരിക്കെ ഈ സ്വകാര്യവൽക്കരണം വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും. ലക്ഷ്യം 40,000 രൂപ മുതൽ 50,000 കോടി രൂപ സമാഹരിക്കുക എന്നതാണെങ്കിലും ഇത് ഭാവിയിൽ ബാങ്കിംഗ് മേഖലയിൽ എന്തുതരം പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ചുരുക്കത്തിൽ, അമേരിക്കയുമായുള്ള വ്യാപാര കരാർ ചർച്ചകളും IDBI ബാങ്കിൻ്റെ സ്വകാര്യവൽക്കരണവും ഇന്ത്യയുടെ സാമ്പത്തിക, സാമൂഹിക, കാർഷിക മേഖലകളിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള നിർണായക തീരുമാനങ്ങളാണ്. ഈ നീക്കങ്ങൾ ഇന്ത്യയുടെ പരമാധികാരത്തെയും രാജ്യത്തെ സാധാരണക്കാരുടെ ജീവിതത്തെയും എങ്ങനെ ബാധിക്കുമെന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകും.